റെയിൽവേ ക്രോസിലൂടെ വണ്ടികൾ പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിൻ വരുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. ട്രെയിൻ ഹോൺ അടിച്ച് വരികയാണേ. ആൾക്കാർക്കൊക്കെ വെപ്രോളായി. പലർക്കും ഏത് ദിശയിൽ നിന്നാണ് വണ്ടി വരുന്നതെന്ന് പോലും അറിയത്തുണ്ടാവില്ല. ഈ ലോറിയിലാണ് ട്രെയിൻ തട്ടുന്നത്. തട്ടി ആ ലോറിയുടെ സൈഡിലായിട്ട് ഒരു കാറ് നിൽപ്പുണ്ട്, 3-4 ബൈക്കുകൾ നിൽപ്പുണ്ട്. ഈ ബൈക്കിൻ്റെയൊക്കെ മേലേക്കാണ് ഈ ലോറി ചരിഞ്ഞു വീഴുന്നത്. എന്ത് പറയണം. ലോക്കോ പൈലറ്റ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ വണ്ടി മുട്ടി നിൽക്കുന്നത്. നമുക്കറിയാം 130 അല്ലെങ്കിൽ 140 കിലോമീറ്റർ വേഗതയിൽ വരുന്ന വണ്ടി സഡൻ ബ്രേക്ക് ചെയ്താൽ പോലും നിൽക്കത്തില്ല. എന്ത് പറയണം. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാര് ട്രാക്കിൽ കയറിയിട്ടില്ല, അവർ സേഫാന്ന് പറഞ്ഞ് നിൽക്കുകയായിരിക്കും. പക്ഷെ ഈ ലോറിയിൽ തട്ടിയിട്ട് നേരെ ലോറി അവരുടെ മേലേക്ക് ചരിഞ്ഞ് വീഴുക ചെയ്യാം. ഇവിടെ ഗേറ്റ്മാൻ ഉണ്ടാവും. തിരക്ക് കൂടുതലായതുകൊണ്ടിട്ട് പുള്ളിക്ക് ഗേറ്റ് അടക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായി ഉണ്ടാവാൻ ചാൻസ്. സാധാ ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ സിഗ്നൽ വീഴാത്തതാ. ഗേറ്റ് അട കറക്റ്റ് അല്ലെങ്കിൽ സിഗ്നൽ വീഴത്തില്ല. ഇവിടെ എന്താ ഉണ്ടായെന്ന് വൃത്തിയായിട്ട് അറിയത്തില്ല. ഇനി ആൾക്കാരൊക്കെ വന്നിട്ട് ഈ ലോക്കോ പൈലറ്റിനെ ചീത്ത വിളിക്കുക. എന്ത് കാര്യമുണ്ട്. പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത്രയും വേഗതയിൽ തന്നെ വണ്ടീനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് വേറെ കാര്യം. കണ്ട പുള്ളിയുടെ നേരെ ചെല്ലുക. നമ്മൾ ശ്രദ്ധിക്കണം, കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഗേറ്റിൽ സിഗ്നൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും സ്റ്റേഷന്റെ അടുത്തുള്ള ഗേറ്റിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു ട്രെയിൻ പോയി ഗേറ്റ് തുറന്ന് ആ സമയത്ത് തന്നെ അടുത്ത ട്രെയിൻ എടുക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സിഗ്നൽ വീഴും. ഗേറ്റ്മാന് ഗേറ്റ് അടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വണ്ടി പാസ് ചെയ്ത് പോകണ്ടേ. ഇവരിങ്ങനെ വണ്ടി എടുത്തണ്ടേ, വാല വണ്ടി കയറ്റിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഗേറ്റ് അടക്കാൻ പറ്റത്തില്ല. അതായിരിക്കാം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ലോക്കോ പൈലറ്റിന്റെ നേരെ ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാ പറയാനാണ്.